എല്ലാവർക്കും നമസ്കാരം. 69ാമത് ഫിലിം ഫെയർ അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നമ്മളെല്ലാം പ്രതീക്ഷിച്ചതുപോലെ തന്നെ മമ്മൂക്ക തന്നെയാണ് മികച്ച നടനായി വന്നിരിക്കുന്നത്. LJPയുടെ സംവിധാനത്തിൽ മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച നൻപകൽ നേരത്ത് മയക്കത്തിലെ പ്രകടനം തന്നെയാണ് മമ്മൂക്കയെ മികച്ച നടനായി 69ാമത് ഫിലിം ഫെയറിൽ മാറ്റിയിരിക്കുന്നത്. മികച്ച നടനാകാനുള്ള മത്സരത്തിൽ മലയാളത്തിൽ നിന്നും ഒരു പിടി സിനിമകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും മമ്മൂക്കയുടെ 2 ചിത്രങ്ങളാണ് ഇതിനു വേണ്ടി മത്സരിച്ചത്. കാതൽ ദി കോറും നൻപകൽ നേരത്തെ മയക്കത്തിലെയും പ്രകടനം മറ്റുള്ളവരിൽ നിന്നും മമ്മൂക്കയെ ഏറെ വ്യത്യസ്തപ്പെടുത്തിയിരുന്നു. 15ാമത്തെ തവണയാണ് മമ്മൂക്കക്ക് ഫിലിം ഫെയർ അവാർഡ് ലഭിക്കുന്നത്. ഈ ഒരു അവാർഡ്, അതായത് 69ാമത് ബെസ്റ്റ് ആക്ടർ ഫിലിം ഫെയറിലെ അവാർഡ് തമിഴ് സൂപ്പർ സ്റ്റാർ മലയാളികളുടെ വിക്രമിന്റെ കയ്യിൽ നിന്നാണ് മമ്മൂക്ക ഏറ്റുവാങ്ങിയത്. ആ ഒരു വേദിയിൽ വിക്രമിന്റെ കയ്യിൽ നിന്നും അവാർഡ് വാങ്ങിച്ചുകൊണ്ട് മമ്മൂക്ക പറയുകയുണ്ടായി, ഈ ഒരു അവാർഡ് വാങ്ങുന്നത് ഞാൻ സന്തോഷിച്ചിട്ടല്ല, കാരണം എന്റെ നാട്ടിൽ വലിയൊരു ദുരന്തം സംഭവിച്ചിരിക്കുകയാണ്. നിങ്ങളൊക്കെ വാർത്തകളിലൂടെയും നേരിട്ടും കണ്ടിട്ടുണ്ടാകുമല്ലോ. അവിടെ ഒരുപാട് സഹായങ്ങൾ ആവശ്യമുണ്ട്. ഇവിടെ ഉള്ളവരിൽ നിന്നും ഞങ്ങൾ സഹായം പ്രതീക്ഷിക്കുന്നു. നൻപകൽ നേരത്തെ പ്രകടനമാണ് 15ാമതും അവാർഡ് ഏറ്റുവാങ്ങാൻ എനിക്ക് അർഹത ലഭിച്ചത്. LJP ആണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തത്. ഞാൻ സ്വന്തമായി നിർമ്മിച്ച ആ ഒരു ചിത്രത്തിൽ ടെക്നീഷ്യന്മാർക്കും നന്ദി അറിയിച്ചുകൊണ്ടാണ് മമ്മൂക്ക ആ ഒരു പ്രസംഗം അവസാനിപ്പിച്ചത്. ഇതിനു മുമ്പുള്ള ഫിലിം ഫെയർ അവാർഡ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ്, ഏറ്റവും അധികം ഫിലിം ഫെയർ അവാർഡുകൾ ലഭിച്ച നടനാണ് മമ്മൂക്ക. അതിങ്ങനെ ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അത് 15 ആയിരിക്കുന്നു. ഇനി അടുത്ത വർഷം വീണ്ടും ലഭിക്കാനുള്ള കഥാപാത്രങ്ങൾ മമ്മൂക്ക ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ചെയ്തു വെച്ച് കഴിഞ്ഞിരിക്കുകയാണ്. 69ാമത് ഫിലിം ഫെയറിൽ മലയാളത്തിൽ നിന്നുള്ള നോമിനേഷൻ ലിസ്റ്റിൽ മികച്ച നടന് വേണ്ടി മത്സരിച്ചത് 7 പേരാണ്. ബിജു മേനോൻ തങ്കത്തിലെ പ്രകടനത്തിലൂടെയും, ജോജു ജോർജ് ഇരട്ടയിലെ പ്രകടനത്തിലൂടെയും, മമ്മൂട്ടി കാതൽ ദി കോർ നൻപകൽ നേരത്ത് മയക്കത്തിലെ പ്രകടനത്തിലൂടെയും, നിവിൻ പോളി തുറമുഖം, പ്രശാന്ത് അലക്സാണ്ടർ പുരുഷപ്രേതം, ടൊവിനോ തോമസ് 2018 എന്നീ ചിത്രങ്ങളിലൂടെയും ഉണ്ടായിരുന്നു നോമിനേഷൻ ലിസ്റ്റിൽ. അപ്പോൾ ഈ കൊല്ലത്തെ ഫിലിം ഫെയർ അവാർഡിലെ മികച്ച നടന് വേണ്ടിയുള്ള അഭിപ്രായത്തിൽ നിങ്ങളുടെ ഇഷ്ടതാരം ആരായിരുന്നു എന്ന് നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.